വ്യോമപാത താൽക്കാലികമായി അടച്ച് ഖത്തർ. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് നടപടി. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അൻവർ പാലേരി ഇപ്പോൾ വിവരങ്ങളുമായി ഖത്തറിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. അൻവർ, എന്തൊക്കെ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഈ സംഘർഷ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഖത്തർ? ഉന്മേഷ്, അല്പം മുമ്പാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പുറത്തിറക്കിയത്. ഖത്തറിന്റെ വ്യോമപാത താൽക്കാലികമായി അടക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് താൽക്കാലികമായി ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾ സമയത്തേക്കായിരിക്കണം. താൽക്കാലികമായി വ്യോമപാത അടക്കുന്നു. അത് കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതുപോലെ തന്നെ മേഖലയിലെയും അന്തർദേശീയ തലത്തിലെയും പങ്കാളികളുമായി ചേർന്ന് കാര്യങ്ങൾ വിശദമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിന്റെ എല്ലാ അപ്ഡേറ്റ്സുകളും പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു താൽക്കാലികമായി വ്യോമപാത അടക്കുകയാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സമയങ്ങളിൽ പോകേണ്ട ഫ്ലൈറ്റുകളൊക്കെ എന്തായാലും നിർത്തിവെക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ വിദേശകാര്യ മന്ത്രാലയം പറയുന്ന മറ്റൊരു കാര്യം, രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ആവശ്യമായ സുരക്ഷാ മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് താൽക്കാലികമായി വ്യോമപാത അടക്കുന്നത് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ പൊതുജനങ്ങൾക്കുള്ള എന്തെങ്കിലും മുന്നറിയിപ്പുകളോ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും അതാത് സമയങ്ങളിൽ ഖത്തർ ഔദ്യോഗിക ചാനലുകൾ വഴി അറിയിക്കുന്നതായിരിക്കും. അതായത് അവരുടേതായ ഖത്തർ ഗവൺമെന്റിന്റേതായ ഔദ്യോഗിക ഓൺലൈൻ സോഷ്യൽ മീഡിയ പേജുകളുണ്ട്, മറ്റു സംവിധാനങ്ങളുണ്ട്. ഇതിലൂടെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും എല്ലാ അപ്ഡേറ്റുകളും അപ്പോൾ നൽകുന്നതായിരിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഉന്മേഷ്. ശരി അൻവർ പാലേരിയാണ് ഇപ്പോൾ ഖത്തറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.